ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി വിശകലനം ചെയ്യും. ഈ അവലോകനം നടത്തിയത് മെയ് 23, 2025 വിവരങ്ങൾ ഉപയോഗിച്ചാണ്. വർഗീകരണം അനുസരിച്ച് കേരളത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. താരതമ്യത്തിൽ 34 കമ്പനികൾ ഉൾപ്പെടുന്നു. ഇത് തികച്ചും പ്രതിനിധിയാണ്. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: 10 പോയിന്റിൽ -7.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0 പോയിന്റ്. വിശാലമായി നോക്കുമ്പോൾ മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.9 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ -7.5 പോയിന്റിന്റെ റേറ്റിംഗിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. 23.3% മാറ്റം കാണിച്ചു. 21.2% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം $67.78 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $1073 ബില്യൺ. 6.318% വരും ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $2.97 ബില്യൺ. $118 ബില്യൺ ഉപവിഭാഗം മൂലധനം. 2.511%. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം. ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 6.318%. പുസ്തക മൂല്യം 2.511%. ഇത് വിപണി മൂല്യ വിഹിതത്തേക്കാൾ 60% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $3.325 ബില്യൺ കടമുണ്ട്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 112%. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് മോശം, -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം 0 ആണ്. 40.6 എന്ന ഉപവിഭാഗത്തിൽ ശരാശരിയുണ്ട്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും തമ്മിലുള്ള റേറ്റിംഗ് വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1399 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $516 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 63.1% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 17.7 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 3.3 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 436% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $3840 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. അത് കമ്പനിക്ക് ദോഷമാണ്.
ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ മോശം -1 മാർജിനലിറ്റി -36.4%. ഉപവിഭാഗത്തിന്റെ ശരാശരി 8.2%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 44.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.961%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 557% കുറവാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $8,653,000. ഉപവിഭാഗത്തിന് $1,316,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 557.5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0. ഒരു ജീവനക്കാരന്റെ ലാഭം $178.500. ഉപവിഭാഗം ശരാശരി $32,400. കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 451%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5. ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം $490,000 ആണ്. ഉപവിഭാഗത്തിൽ $395,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 24%. ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന കടന്നുപോകാവുന്ന -0.5. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 3% വരും. ഉപവിഭാഗത്തിന് ശരാശരി 3.2%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സാങ്കേതിക സൂചകം Y14 കമ്പനിക്ക് 80% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ Y ലെവൽ 14 ഏകദേശം 61%. കമ്പനിയുടെ നിലവിലെ ഓഹരി മൂല്യം ഏകദേശം $203 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $219 ആണ്. നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 8%. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. റേറ്റിംഗ് റഫറൻസ് സിസ്റ്റം ഈ സീസണിൽ എടുത്ത എല്ലാ പൊതുവായി അംഗീകരിച്ച തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സഹായ സംവിധാനം കേരളത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി. കേരളത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.